വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ബൈ രശ്മി. എല്ലാ കൂട്ടുകാർക്കും ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ബൈ രശ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നോർത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും രുചികരമായ വിഭവങ്ങളിൽ ഒന്നായ ബട്ടർ പനീർ മസാലയുടേതാണ്. അത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാം, അതും അങ്ങേയറ്റം ടേസ്റ്റി ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ: മീഡിയം സൈസ് സവാള 3 എണ്ണം, 3 തക്കാളി, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം നൈസായിട്ടൊന്ന് അരിഞ്ഞു വെക്കേണ്ടതുണ്ട്. ഇത് കൂടാതെയും ചേരുവകളുണ്ട്, അതൊക്കെ ഞാനിപ്പോഴേക്കും എടുത്തു വയ്ക്കാം. ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. സവാള ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞു വയ്ക്കാം. വളരെ തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി. അതിന് പ്രത്യേകം സൈസും ഒന്നും നോക്കേണ്ടതില്ല. പിന്നെ ഈ ബേ ലീവ്സ് വേണം. ഇത് കുറച്ച് കാഷ് നട്ട്സ് ആണ് ഞാൻ നുറുക്കി വെച്ചിട്ടുള്ളതാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി തക്കാളി ഇതും ഇതുപോലെ നൈസായിട്ട് മുറിച്ച് വയ്ക്കുക. ഇത് മല്ലിയില അരിഞ്ഞു വെച്ചതാണ്. ഇത് കസൂരി മേത്തിയാണ്, 1 ടേബിൾ സ്പൂൺ വേണം. ഇത് നിർബന്ധമായും ചേർക്കേണ്ടതുണ്ട് ഈ റെസിപ്പിയിലേക്ക്. ഇനി വേണ്ടത് പനീറാണ്. പനീർ ബട്ടർ മസാലയാണല്ലോ, അപ്പോൾ ഇത് ഹോം മെയ്ഡ് പനീറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയുടെ ജസ്റ്റ് ബാക്കിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്, ഹോം മെയ്ഡ് പനീർ ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ പനീർ ഇത് ഏകദേശം 1/2 കിലോ ഉണ്ടാവും. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക സ്ക്വയറായിട്ട്. ഇനി ഈ ബട്ടർ മസാല ഉണ്ടാക്കുന്നതിനേക്ക് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ അല്പം മെൽറ്റായി വരുമ്പോഴേക്കും നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇല്ലേ, അതങ്ങിട്ട് കൊടുക്കാം. പിന്നെ ഈ ബേ ലീവ്സ് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കീറി അങ്ങിട്ട് കൊടുത്താൽ മതിയാകും. ചെറുതായി നുറുക്കിയിട്ടുള്ള കാഷ് നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ആദ്യം തന്നെ നമ്മൾ ആദ്യം ബട്ടർ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ എന്തോ, വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇതിങ്ങനെ വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 കഷ്ണം കറുവാപ്പട്ട, 5 കറയാമ്പൂ, 3 ഏലയ്ക്ക, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ജീരകമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാം ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്നൊരു ഗോൾഡൻ കളറിൽ വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കുക കേട്ടോ. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കളർ കൂടി കിട്ടുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയിട്ട് ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റോളം നല്ല ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ല നൈസായിട്ടായിരിക്കണം അരിഞ്ഞിട്ടുണ്ടാവുന്നത്. അത് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അന്നേരം
ഈ മസാല എല്ലാം തന്നെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പനീറാണ്. ഇത് ഏകദേശം 500 ഗ്രാം പനീറുണ്ട്. ഹോം മെയ്ഡ് പനീറാണ്. ഇതിൻ്റെ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ ഉള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിലേക്ക് ഇടുന്നുണ്ട്. പനീർ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ബട്ടറിൽ. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും മുറിച്ച് ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. തീ നല്ല ലോയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മറിച്ച് കൊടുക്കുക. എന്നിട്ടിത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി തന്നെ വെച്ചിട്ടുള്ള മസാലയുടെ കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം തന്നെ ഒരു തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ. അതിനുശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതുപോലെ കിട്ടും, നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഇനി അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഈ ഗ്രേവി ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം കൂടി മിക്സിയിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയില ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ മസാല തയ്യാറാക്കുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ചെറിയൊരു മധുരം ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവി ഈ തിക്നെസ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. ഇതൊക്കെ ചേർത്ത ശേഷം 1 ടീസ്പൂൺ ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചേർത്ത ശേഷം ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറുണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. എന്നിട്ട് ഈ മസാലയും പനീറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പനീർ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കരുത്, ഹാർഡായി പോകും. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എത്രമാത്രം കറി പോലെ ഇളക്കി മറിച്ചാലും പനീർ ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതിരിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മസാലയും പനീറും കൂടി അടച്ചു മൂടി ചെറിയ തീയിൽ ഒരു 4 മിനിറ്റോളം കുക്ക് ചെയ്യാം. തുറന്ന് നോക്കുമ്പോൾ ഗ്രേവി ഇങ്ങനെ ഉണ്ടാവും. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടാവും. പനീറും മസാലയും തമ്മിൽ നന്നായിട്ട് ആ ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ബട്ടർ പനീർ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ബട്ടർ പനീർ മസാല നല്ല ചൂടോടുകൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. വളരെയധികം സ്വാദുള്ളൊരു ബട്ടർ പനീർ മസാലയാണിത്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാലും അറിയാൻ പറ്റുമായിരിക്കും. ഇതിന് മീതെ ഒരല്പം കൂടി ക്രീം ചേർത്ത് കൊടുക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മേലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടർ ഒരു പീസ് എടുത്തിട്ട് നടുക്ക് കൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. കഴിക്കുമ്പോൾ അതങ്ങ് എല്ലാം കൂടെ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇത്രയും ബട്ടർ ചേർത്തത് കൊണ്ട് ഞാനതങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബട്ടർ പനീർ മസാല റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കൂ, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ റെസിപ്പിയിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഈസി മെത്തേഡിലേക്ക് ഞാൻ എൻ്റെതായ രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സ്വാദുള്ളൊരു റെസിപ്പി തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു വേർഷനിൽ ചെയ്താൽ വളരെയധികം ഈസി ആയിട്ട് ചെയ്യാനും പറ്റും, നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനും പറ്റും. മെയ്ഡ് പനീർ ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കണ്ടേക്കൂ. ഞാനതിൻ്റെ ലിങ്ക് ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ആ പനീർ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഈ പനീർ മസാല കറി ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇതുവരെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനി മറ്റൊരു നല്ല തകർപ്പൻ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. ക്രിസ്മസ് വരുന്നുണ്ട്, അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും